ഇപ്പോഴൊരു അപ്പോൾ എന്തായാലും നമ്മുടെ പരവൂർ നഗരസഭയുടെ ഭാഗമായിട്ട് കുറച്ച് തൈകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തൈകൾ നമ്മുടെ പുരയിടത്തിൽ നമുക്ക് തന്നെ ചെയ്യാം. ഈ പറയുന്നത് പോലെ ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കംപ്ലീറ്റ് പച്ചക്കറികളും പൂർണ്ണമായും വിഷമയമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ ഒരു പച്ചക്കറി തോട്ടം ഉണ്ടെങ്കിൽ, ഒരു ചെറിയ എന്താ പറയുന്നത് അടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇതൊക്കെ നട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. എന്തായാലും കുറച്ച് വസ്തുക്കൾ ഈ വസ്തുവിൽ തന്നെ നമ്മളപ്പോൾ എല്ലാ മക്കളും ഉണ്ട്. അപ്പോൾ ഇവരെന്നെ സഹായിക്കാൻ വേണ്ടി തൂമ്പായിട്ടൊക്കെ നിൽക്കുകയാണ്. ശീലത്തിലേക്ക് പോകാം. ഓക്കെ, കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ ഈ ഒരു പുരയിടം എന്തായാലും വൃത്തിയാക്കാൻ തീരുമാനം. അപ്പോൾ എന്തായാലും ഒരു കൃഷിത്തോട്ടം വീട്ടിൽ തന്നെ നമുക്കൊരു കൃഷിത്തോട്ടം ആരംഭിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. എന്തായാലും അവരെ കൊണ്ടാവുന്ന അവരും ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷം. എന്താ ചെറിയ അപ്പൂസ്, ഓഹോ കൊച്ചിൻ്റെ കാലിപ്പോൾ പറ്റി മുറിച്ചാണ്. അവ ക്ഷീണിച്ച് ഇടുപ്പിൽ കൈയും കൊടുത്ത്. ഇത് എന്തിൻ്റെ വിത്താ? തക്കാളി ഉണ്ട്, തക്കാളി, മുളക്, പയറ്. ഈ വർഷത്തെ കർഷകശ്രീക്കുള്ള അവാർഡ് കർഷകശ്രീ മാറ്റി ഞങ്ങൾ കർഷക പുരുഷൻ ഉള്ള അവാർഡ് മേടിക്കാനുള്ള പ്രയത്നത്തിലാണ്. തൻ്റെ 200 ഏക്കർ വരുന്ന പുരയിടത്തിൽ കൃഷി ചെയ്യാൻ വേണ്ടി ആരുടെ ആശ്രയമില്ലാതെ എടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ മിനുക്കുട്ട. എന്തുവാണ് സംഭവം? ഇത് നമ്മുടെ പറവൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇത് കണക്ക് തൈ വിതരണം ഉണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയതാ. എന്തായാലും അത്യാവശ്യം ഹൈബ്രിഡ് തൈ എന്നാ പറഞ്ഞത്. കുഴപ്പമില്ല, നല്ല ഉശിരോടെ നിൽക്കുന്നുണ്ട്. എന്തോത്തിൻ്റെ ആണത്? ഇത് വഴുതന, മുളക്, തക്കാളി, ഓരോ ഐറ്റവും 4 എണ്ണം ഇതുകൊണ്ട് തരുന്നു കേട്ടോ. എന്തായാലും കൊള്ളാം. നമ്മുടെ വീട്ടിൽ പിന്നെ 5 പേരുണ്ടായിരുന്നു. അവർ 4 തന്നോളൂ. 5 ഉണ്ടായിരുന്നു, 5 പേർക്ക് ഓരോ എടുക്കാൻ. അതുപോലെ തന്നെ പയർ. എന്തായാലും ഈ പേരുടെ മൊത്തം നിങ്ങൾ കണ്ടല്ലേ, നേരത്തെ ഞാൻ അടുത്ത വീഡിയോ ഉണ്ടായിരുന്നു, കംപ്ലീറ്റ് പോച്ചയായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് എന്തായാലും തൈ കിട്ടിയതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത് ചെയ്തത്. എന്തായാലും ഫ്രീ ആയിട്ട് തൈ കിട്ടി, വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തൈ എടുത്ത്. എന്തായാലും അത്യാവശ്യം കുറച്ച് ഭാഗങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് അങ്ങോട്ട് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ തൈകളൊന്നും നടാം. ഇതിൻ്റെ ഗ്യാപ്പും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയില്ല. എങ്കിലും ചെറിയൊരു തടം കോരി വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് നടാം. അത്യാവശ്യം വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എന്തായാലും ഇന്ന് രാവിലെ തുടങ്ങിയ നമ്മുടെ കഷ്ടപ്പാട് നമ്മുടെ വീട്ടിലെ പച്ചക്കറി തോട്ടം. അപ്പോൾ അതിൻ്റെ ഒരു 16 തൈ നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനെ അങ്ങോട്ട് പൂവിട്ട് വരുമ്പോൾ ഇതിൻ്റെ കായ്ഫലം കിട്ടി തുടങ്ങുമ്പോൾ ആ സന്തോഷം ഒന്ന് വേറെ തന്നെ ആയിരിക്കും. എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ എല്ലാവിധ നന്ദി അറിയിക്കുന്നു. കുട്ടൻ ശൈലി എന്ന് പറയുന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.